ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഷർഫുദ്ദീനും ഐശ്വര്യലക്ഷ്മി അഭിനയിക്കുന്ന പടത്തിന്റെ 3 ഡേയ്സ് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള പടം തെലുങ്കിലൊക്കെ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ മലയാളത്തിൽ റിലീസ് ആകാൻ പോവാണ്. വേഫാർ ഫിലിംസ് ആണ് മലയാളത്തിൽ ഇറക്കുന്നത്. അപ്പോൾ അതിന്റെ ട്രെയിലർ 5 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞ പടം 50 തിയേറ്ററിൽ ഓടിയതിൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങി. നല്ല പടമാണ്, കാണാത്തതിന് കണ്ടുനോക്കുക. OTT റിലീസ് ആയിട്ടുണ്ട്. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ 4 ഡേയ്സ് പോസ്റ്റർ വന്നു. അതേമാതിരി ജീബ്ര എന്ന് പറഞ്ഞ പടത്തിന്റെ 4 ഡേയ്സ് പോസ്റ്റർ വന്നു. പിന്നെ പരാക്രമം എന്ന് പറഞ്ഞ പടത്തിന്റെ 4 ഡേയ്സ് പോസ്റ്റർ വന്നു. പിന്നെ എമർജൻസി എന്ന് പറഞ്ഞിട്ട് പടം 2025 ജനുവരി 17 ആവും റിലീസ് ആവുക എന്നുള്ള അറിയിച്ചു. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിലത്തെ മഹാദേവ ശാസ്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു റിവീലിംഗ് നടക്കുന്നുണ്ട് നവംബർ 22. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. ഈ പടത്തിനേക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ കുറിച്ചിട്ടുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസ് അഭിനയിക്കുന്ന പടം. അതിന്റെ ഷൂട്ട് ഇന്നലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആനന്ദ് ശ്രീബാലൻ എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തീരൻ അധികാരം കൊണ്ടു എന്ന് പറഞ്ഞിട്ട് എച്ച് വിനോദ് എടുത്തൊരു പടം പുറത്തിറങ്ങിയിരുന്നു. കാർത്തി അഭിനയിച്ചിട്ടുള്ള പടം. എച്ച് വിനോദിന്റെ പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടവും അത് തന്നെയാണ്. എന്തായാലും അത് ഇറങ്ങിയിട്ട് 7 years ആയിട്ടുണ്ട്. പിന്നെ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം 3 ദിവസം കൊണ്ട് 8.05 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പരാതി എന്ന് പറഞ്ഞ പടത്തിലത്തെ സാംബവ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് പുറത്തിറങ്ങിയിരുന്നു. ആ ഗ്ലിംസിന് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ നയൻതാരയുടെ ഒരു ഡോക്യുമെന്ററി ഫിലിം വരുന്നുണ്ട് പറഞ്ഞിരുന്നു നെറ്റ്ഫ്ലിക്സിലൂടെ. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആളുടെ അടുത്തൊരു പടം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരസ് വാർ ഓൺ ദി ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടൈറ്റിൽ ടീച്ചർ വരും എന്ന് പറഞ്ഞു. അതിന് 10:15 വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും വന്നിട്ടുണ്ട് ടൈറ്റിൽ ടീച്ചർ. ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള നേരത്തെ പടമാണ് തോന്നുന്നുണ്ട് വരുന്നത്. ടൈറ്റിൽ ടീച്ചറിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പടം വരുമ്പോൾ മാറും എന്നുള്ള അറിയില്ല. അതിൽ റക്കായി എന്നാണ് പടത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. സെന്തിൽ നളസമ്യാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. ഗോവിന്ദ് വസന്ത എന്ന് പറഞ്ഞ ആളാണ് മ്യൂസിക് ചെയ്യുന്നു. പിന്നെ വിടുതലെ പാർട്ട് 2 എന്ന് പറഞ്ഞ അടുത്തത്തെ ദിനമും എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റിംഗിൽ വരും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. വിടുതലെ പാർട്ട് 1 എങ്ങനെയായിരുന്നു, അതിലത്തെ പാട്ടുകൾ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ടിട്ടും കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും വിജയ് സേതുപതിയും മഞ്ജു വാര്യരും കൂടിയിട്ടുള്ള രീതിയിലുള്ള പാട്ടാണ്. പിന്നെ AK-64 എന്ന് വെച്ചാൽ അജിത് കുമാറിൻ്റെ അടുത്ത പടം, 64ാമത്തെ പടം. ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വരാൻ പോണ പടം. അത് ശിവയാണ് എടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സൺ പിക്ചേഴ്സ് ഡയറക്ഷൻ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടത്തിന്റെ 18ാമത്തെ ദിവസത്തെ ടിക്കറ്റ് സെയിൽ ഫസ്റ്റ് ഡേറ്റ് അതേമാതിരി ആയിരുന്നു എന്നുള്ള ഇവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് 20.05 കോടി നേടിയിട്ടുണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ എന്നുവെച്ചാൽ 20 കോടി കടന്നു പടം കേരളത്തിൽ മാത്രം. മൊത്തത്തിൽ 100 കോടി കടന്നിക്കണം. അത് ഓൾറെഡി നമ്മൾ അറിയിച്ചാണ്. പിന്നെ ഈ പടത്തിലത്തെ മിഴി ദീപമ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ്, ഫുൾ വീഡിയോ സോങ് 5 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിന്റെ 3 ദിവസത്തെ കളക്ഷൻ 127.64 കോടിയാണെന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അത്ര ഒന്നും ആയിട്ടില്ല. 4 ദിവസം കൊണ്ട് 80 കോടിയൊക്കെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കാന്ത എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള രീതിയിലൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്ററിൽ ഒരു ഫോട്ടോ ആണ്. അത് എന്തായാലും സ്ക്രീനിൽ കാണിക്കാം, ജസ്റ്റ് കാണിച്ചത് മാത്രം. പിന്നെ രജനീകാന്തും മണിരത്നവും AR റഹ്മാനും ഒന്നിക്കാൻ പോവാണ്. 2026 പടം മിക്കവാറും റിലീസ് ആവുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. നല്ല പടമാവുന്ന തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിന്റെ പടത്തിൽ ശ്രുതിഹാസൻ ജോയിൻ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് മുന്നേ ജോയിൻ ചെയ്ത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഷൂട്ടിങ്ങിൽ ആളുണ്ട്, ചെന്നൈ ഷെഡ്യൂളിൽ. പിന്നെ ടൈഗർ ഷറഫ് അഭിനയിച്ച ബാഗി ഫ്രാഞ്ചൈസ്, ബാഗി എന്ന് പറയുന്ന സിനിമയുടെ ഫ്രാഞ്ചൈസ് ആയിട്ട് ഒരു 3 പടം പുറത്തിറങ്ങിയിരുന്നു. ഫസ്റ്റ് പാർട്ട് നല്ല പാർട്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോവുകയും ചെയ്ത്. 3ാമത്തെ ഭാഗം ഭയങ്കര ഷോക്കായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൻ്റെ 4ാം ഭാഗം വരും എന്നുള്ളത് മുന്നേ അറിയിച്ചായിരുന്നു. അതിപ്പോൾ കൺഫേം ചെയ്തിട്ടൊരു പുതിയ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ബാഗി 4 ഹർഷ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ഹർഷ എന്ന് പറയുന്ന ഒരു പടത്തിൽ സ്റ്റണ്ട് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്താന്ന് തോന്നുന്നു. ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ ദിസ് ടൈം ഹി ഈസ് നോട്ട് ദ സെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മുന്നത്തെ ആയിരുന്നില്ല, പോസ്റ്ററിൽ കാണുമ്പോഴും ഫുള്ള് ബ്ലഡിഷ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ എനിമൽ എന്ന് പറഞ്ഞ പടം കണ്ടവർക്ക് ലാസ്റ്റ് രൺബീർ കപൂർ എങ്ങനത്തെ ലുക്കിലാണ് വന്നതെന്ന് അറിയാം. അതേമാതിരത്തെ ലുക്ക് പോലെ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഈ കില്ലിന്റെ ഇമ്പാക്റ്റ് ഒക്കെ ആയതുകൊണ്ട് ചോരക്കളിയൊക്കെ ഉള്ള മാതിരി ആക്കാൻ നോക്കിയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൺ ഡയറക്ടർ ആയ കാരണം ചിലപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്തായാലും കണ്ടറിയാം. പടം റിലീസാവുന്ന സെപ്റ്റംബർ 5 2025 കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ LT എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ കൊച്ചിയിലെ ഷെഡ്യൂൾ റാപ്പായി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി പാലക്കാടാണ് തുടങ്ങുന്നത്. എന്ന് തുടങ്ങുന്നുള്ളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ മഹേഷ് നാരായണൻ എടുക്കുന്ന മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോബൻ, ഫഹദ് ഫാസിലി ഇവരൊക്കെ അഭിനയിക്കുന്ന പടം. ആ പടത്തിന്റെ അനൗൺസ്മെന്റ് ഇന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇന്നില്ലെങ്കിലും നാളെ മറ്റന്നാളായിട്ട് വരും എന്നുള്ളതിനാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പടത്തിൽ ഇവരൊന്നും കൂടാതെ ശിവരാജ് കുമാർ ഉണ്ടാവും, അതുമാതിരി ടോവിനോ തോമസ് ഉണ്ടാവും, നയൻതാര ഉണ്ടാവും, സോബിൻ ഷായർ ഉണ്ടാവും, നെസ്ല ഉണ്ടാവും, ഉണ്ണിമുദ്ദ ഉണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ എന്താവും എന്നുള്ള അറിയില്ല. എന്തായാലും ഈ പടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഫസ്റ്റിന് ജോയിൻ ചെയ്തിട്ടുള്ള മോഹൻലാലാണ് ശ്രീലങ്കയിൽ. മമ്മൂട്ടി, കുഞ്ചാക്കോമ്പനും ആന്റണി പെരുമ്പാവൂറൊക്കെ കൂടിയിട്ട് ഇന്ന് ശ്രീലങ്കയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് ഇട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാസ്റ്റൊക്കെ സത്യമാണെങ്കിൽ പടം വലിയ ലെവലിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാന്താരയുടെ 2ാം ഭാഗം, കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ആ പടത്തിൻ്റെ റിലീസ് ഒക്ടോബർ 2 2025 ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാന്താര എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രീക്വലായി വരാൻ പോണ പടമാണ്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്നലെ വരും എന്ന് പറഞ്ഞിരുന്നു 6/3. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റ് ഒക്കെ
5 മണി മുതൽ പട്നയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവരെത്തിയതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ അല്ലു അർജുൻ ഇട്ട ഡ്രസ്സിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പുഷ്പ 2 എന്നുള്ള രീതിയിലാണ് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ബാക്കിൽ പുഷ്പ ദ റൂൾ ബിഗിൻസ് ജുക്കേഗ നെഹി സാല എന്നുള്ള രീതിയിലും ഒരു എനിമ പോലത്തെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗംഭീര തിരക്കൊക്കെ ആയിരുന്നു അവിടെ. 2-2.5 ലക്ഷത്തോളം ആൾക്കാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ട്. എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ കറക്റ്റ് 6/3 പുറത്തിറങ്ങി. പക്ഷെ അത് തെലുങ്കും ഹിന്ദിയിലുള്ള ട്രെയിലർ മാത്രമാണ് ആ സമയത്ത് പുറത്തിറങ്ങിയത്. ആ തെലുങ്ക് ട്രെയിലർ മാത്രം 40 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. അതും 15 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഭയങ്കര വ്യൂസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മൊത്തത്തിൽ ഇപ്പോൾ 100 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും പടത്തിൻ്റെ മലയാളം ട്രെയിലർ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടായിരുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടാലും തെലുങ്ക് ട്രെയിലർ കണ്ടിട്ട് എന്തായാലും മലയാളം ട്രെയിലർ ഏറ്റവും ലാസ്റ്റ് 10:45 ആ സമയമൊക്കെ ആകുമ്പോഴാണ് വന്നത്. അതിൻ്റെ മുന്നേ ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ ഇറങ്ങി. എന്തായാലും ഡബിങ് ഒക്കെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇതാണ് ട്രെയിലർ ഇറങ്ങിയതിൻ്റെ പോസ്റ്റർ. ഈ പോസ്റ്റർ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്ന കിങ് ഓഫ് കൊത്തലത്തെ ഒഫീഷ്യൽ ടീസർ വന്നതിൻ്റെ ഒരു പോസ്റ്ററാണ്. അത് പണമല്ല, പക്ഷേ കുറേ പെട്ടികളൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ. എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ ട്രെൻഡിങ്ങിലൊക്കെ തന്നെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു വെക്കുക. കണ്ടവരാണെങ്കിൽ താഴെ അഭിപ്രായം പറയുക. പടത്തിൽ ഫഹദ് ഫാസിലിനും അല്ലു അർജുനും നല്ല രീതിക്ക് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പടം എന്തായാലും വേറെ ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്തായാലും എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. ഇനിയിപ്പോൾ പടം ഇറങ്ങാൻ 17 ദിവസമാണുള്ളത്. എന്തായാലും ഡിസംബർ 5 വെയിറ്റ് ചെയ്യാണ്. പിന്നെ പുഷ്പ പാർട്ട് 1 ദ റൈസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലറിൽ ലാസ്റ്റ് കൊടുത്ത പോലെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. പുഷ്പ പാർട്ട് 1 കൊടുത്തിട്ടുണ്ടായിരുന്ന പുഷ്പ എന്ന് വെച്ചാൽ ഫ്ലവർ അല്ലടാ ഫയർ അടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു. ഇപ്പോൾ ഈ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൽ വന്നപ്പോൾ ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പുഷ്പ എന്ന് വെച്ചാൽ ഫ്ലവർ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫഹദ് ഫാസിൽ തിരിച്ചു പറയുകയാണ് ഫയർ എന്നല്ലേ എന്നുള്ളത്. അപ്പോൾ അല്ല എന്നുള്ളത് അല്ലു അർജുൻ പറഞ്ഞിട്ട് വൈൽഡ് ഫയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ പുഷ്പ എന്ന് വെച്ചാൽ ഫ്ലവർ അല്ലടാ വൈൽഡ് ഫയർ ആണെന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. അത് നല്ല രസമായി തോന്നി. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ആയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.